എന്താണ് പേരൻറ്റിങ്? കുറച്ച് ഭക്ഷണവും കുറേ ട്യൂഷനും കുറേ നല്ല സ്കൂളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതും കുറേ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും കുറേ യാത്രകളൊക്കെ പോയി മാളിലൊക്കെ പോയി ഹാപ്പിയായിട്ട് നടക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെയാണോ പേരൻറ്റിങ്? ആധുനിക കാലത്ത് കാലോചിതമായി പേരൻറ്റിങ്ങിനെ എങ്ങനെ നമുക്കൊന്ന് റീഡിഫൈൻ ചെയ്യാം? പേരൻറ്റിങ്ങിൽ വരേണ്ടതായ കാലോചിത മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നമുക്കൊന്ന് പേരൻറ്റിങ്ങിനെ ഒന്ന് പുനർനിർവചിച്ചാലോ? ഇന്ന് കുറച്ച് മുമ്പ് ഒരു പേരൻറ്റിങ് ക്ലാസ് നയിക്കുകയായിരുന്നു. ഒരു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടിയുള്ള അവരുടെ പേരൻസിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമായിട്ട് ഞാനൊന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഈ പേരൻറ്റിങ് എന്നുള്ളത്? ആ പേരൻറ്റിങ് എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഒന്ന് കാലത്തിനനുസരിച്ചൊന്ന് റീഡിഫൈൻ ചെയ്യേണ്ടതല്ലേ? ആഹാരം കൊടുക്കുന്നതും പിന്നെ കിടപ്പാടം കൊടുക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും ഒക്കെ ആയിരുന്ന ഒരു പേരൻറ്റിങ്ങിൽ നിന്ന് ഇന്ന് എന്താണ് ഒരു പേരൻറ്റിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റം? പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിനിടയിലൊക്കെ ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആഹാരമുണ്ട്, കിടക്കാൻ വീടുണ്ട്, ആവശ്യത്തിന് വസ്ത്രമുണ്ട്, പഠിക്കാൻ സ്കൂളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഇന്ന് ഉണ്ട്, അല്ലെ? എല്ലാവർക്കും ഇന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് നമ്മളെല്ലാം ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പേരൻറ്റിങ് ഇവിടെ എങ്ങനെയാണെന്ന് റീഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഇന്ന് അവിടെ പലരും ഉന്നയിച്ച ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ആ ഒരു ചർച്ച തന്നെ ഈ ഒരു വീഡിയോയിലും വളരെയധികം ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇന്ന് ആധുനിക കാലത്ത് പേരൻറ്റിങ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. അപ്പം ഒരു കുട്ടിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക. അല്ലാതെ ഭക്ഷണം കൊടുക്കുന്നതോ ഭക്ഷണം കഴിക്കാതിരിക്കുക ആ കാലമൊക്കെ പോയി. ഇന്ന് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരു കുട്ടി ആരോഗ്യപരമായിട്ടാണോ വളർന്നു വരുന്നത്? അതിൻ്റെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്ത് തന്നെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഒരു പേരൻറ്റിനെ സംബന്ധിച്ച് ഒരു പേരൻറ്റിൻ്റെ ഒരു പ്രൈമറി ഡ്യൂട്ടിയാണ് ഒരു കുട്ടിയുടെ ഹെൽത്ത് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ആ കുട്ടിയുടെ മസ്കുലർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ മെൻ്റൽ ഹെൽത്ത്, മെൻ്റലി ആ കുട്ടി ഓക്കെ ആണോ? ഒരു ഹാപ്പി ചൈൽഡാണോ? ഇമോഷണലി ഓക്കെ ആണോ? കറക്റ്റായിട്ട് ഓരോ ഇമോഷൻസും അതിൻ്റേതായ ഒരു കൃത്യമായ തലത്തിൽ ആ കുട്ടിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന് കുറവുണ്ടോ? എവിടെയെങ്കിലും ഇമ്പ്രൂവ് ആകേണ്ടതുണ്ടോ? ഈ കാര്യത്തിലൊക്കെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം ഈ ചെറിയ പ്രായത്തിൽ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്തൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ലേറ്റർ സ്റ്റേജിൽ ഒരു ടീനേജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതായിരിക്കും പിന്നെ ആ കുട്ടിയുടെ ആകെ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കുറവുമായിട്ടായിരിക്കും കുട്ടി ജീവിക്കേണ്ട വരിക. പിന്നെ വലിയ മാറ്റങ്ങളോ തിരുത്തലുകളോ വരുത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ചിന്ത അത് ഇന്നത്തെ ഒരു മോഡേൺ പാരൻറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലിയും ഒരു കുട്ടി ഓക്കെ ആണോ? അല്ലെങ്കിൽ കുട്ടി ഓക്കെ അല്ലെങ്കിൽ ചില പേരൻസൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട്, കുട്ടിയെ എവിടെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടത്? ശരിക്കും പറഞ്ഞാൽ പേരൻ്റാണ് അവിടെ നല്ല ഗൈഡൻസ് എടുത്ത് നല്ല കൗൺസിലിംഗ് ഒക്കെ എടുത്തല്ലേ നല്ല പിന്നെ എക്സ്പേർട്ടുകളെയൊക്കെ കണ്ട് പ്രൊഫഷണൽസിനെയൊക്കെ കണ്ട് പേരൻ്റാണ് കുട്ടിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടത്. പല കേസുകളിലും പേരൻ്റാണ് അവിടെ, പേരൻറ്റിലെ പ്രോബ്ലംസാണ് കുട്ടിയിലേക്ക് വരുന്നത്. പേരൻ്റ് അത് ശരിയായിട്ട് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ പേരൻറ്റിന് അത് അറിയാൻ വയ്യാത്തത് കൊണ്ടോ, അല്ലെ പേരൻറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ഇമോഷണൽ, മെൻ്റൽ ഡ്രോബാക്കുകളോ ഡെഫിഷ്യൻസീസോ ഒക്കെ ആയിരിക്കും കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പേരൻറ്റിലാണ് ആദ്യം കറക്ഷൻ നടക്കേണ്ടത്. രണ്ടാമത് ഒരു ഹെൽത്തിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടിയുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ പോകുന്ന ഒരു കാര്യം ആ കുട്ടിയുടെ വാല്യൂസാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഇടപെട്ടത്, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് സോൾവ് ചെയ്തത്, ഇതിലൂടെയൊക്കെയാണ് ഒരു കുട്ടി പിന്നെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. വാല്യൂസ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കിയാണ് കുട്ടി പഠിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്തുള്ള അഡൽട്ടായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നത്, ഇത് കണ്ടിട്ടാണ് കുട്ടിയിൽ വാല്യൂസ് രൂപപ്പെടുന്നത്. അപ്പോൾ നല്ല വാല്യൂസ് കുട്ടിയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ, സ്ട്രോങ് വാല്യൂസ് കുട്ടിയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിലുമൊക്കെ കുട്ടി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളിലൊക്കെ കുട്ടി വളരെ കൃത്യമായി
ഏത് വാല്യൂസാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഇത് പേരൻറ്റിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസാണ്. ആധുനിക പേരൻ്റ് കുട്ടിയിലേക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. വേറൊന്ന് കൾച്ചറാണ്. നമ്മളൊരു കുട്ടിക്ക് ഒരു നല്ല സംസ്കാരം കൊടുത്ത് വളർത്തിയാൽ കുട്ടി ആ സംസ്കാരം ജീവിക്കാൻ താല്പര്യപ്പെടും, അല്ലെങ്കിൽ ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാൻ കുട്ടിക്കും വലിയ ഇഷ്ടമുണ്ടാകും. ഇത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. സംസ്കാരം എന്നൊക്കെ പറയുന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ നല്ല കാര്യങ്ങൾ കുട്ടി നല്ലതാണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം. ആ രീതിയിൽ മാതാപിതാക്കൾ അതിൻ്റെ വാല്യൂസൊക്കെ പറഞ്ഞു, അതിൻ്റെ വിലയൊക്കെ പറഞ്ഞു കൊടുത്ത്, അതിൻ്റെ ഗുണമൊക്കെ പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോ കൾച്ചറും നമ്മുടെ ആഘോഷങ്ങളായാലും നമ്മുടെ റിച്വൽസ് ആയാലും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഫങ്ഷൻസ് ആയാലും അതൊക്കെ ഓരോ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജീവിത രീതി തന്നെ ഒരുപാട് കൾച്ചറുകളുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെ പക്ഷേ അതിൻ്റെയൊക്കെ വാല്യൂസ് എന്താ, അതൊക്കെ നമ്മൾ ആചരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താ, അല്ലെ അതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡിസിപ്ലിനും ഒക്കെ തന്നെയാണ്. അത് കുട്ടിക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുട്ടിയുടെയും കൂടെ ഒരു അഭിമാന ബോധത്തിലൊക്കെ അത് എത്തിച്ച് പലപ്പോഴും ഇത് രണ്ട് ചേരികളായി മാറുകയാണ്. ഇപ്പം പേരൻസ് കുറേ കൾച്ചറൊക്കെ കുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. അങ്ങനെയല്ല, നേരെ മറിച്ച് ആ വളരുന്ന വീടിന് ആ ഭവനത്തിനൊരു കൾച്ചറുണ്ടെങ്കിൽ, ആ കുടുംബത്തിനൊരു കൾച്ചറുണ്ടെങ്കിൽ അത് ആചരിക്കാൻ കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവും. അത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ മേന്മയും ഗുണവും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്താൽ അതുപോലെ ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഒരു കാഴ്ചപ്പാട് കൊടുക്കുക എന്നുള്ളത്. ഒരു ആമാശയത്തിലല്ല ജീവിതം എന്ന് പറയുന്നത്, കുറേ കൂടെ ഉയർന്ന ഒരു ആശയങ്ങളിലേക്ക്, ഒരു ഹയർ ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ അവരെ മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ അവർ അതുമൊക്കെ കണ്ടു പഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും അനുഭവിച്ച് പഠിക്കുന്നതുമൊക്കെയാണ്. എത്ര ഉന്നതമായിട്ടാണ്, ശ്രേഷ്ഠമായിട്ടാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. നല്ല ഗുരുക്കന്മാരെയൊക്കെ അവർക്ക് കിട്ടാൻ കുറേ കൂടെ ഭാഗ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും ദർശനവും വെറും വിശപ്പും കുഴിമന്തിയും മാത്രം നിൽക്കുന്ന ഒരു ലോകത്ത് നിന്ന് കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കാനും ഉയർന്ന കാര്യങ്ങളെ കാണാനും അതിനുവേണ്ടി ലക്ഷ്യം വയ്ക്കാനും ഒക്കെയുള്ള കുട്ടികളുടെ ഒരു തലം വെറും മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളല്ല, അതിനൊക്കെ ഉപരിയായിട്ട് ജീവിതത്തിൽ ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടാൻ കഴിയുമോ? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിക്കുന്നതായിട്ട് എന്താണ് ഇലക്ഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? കുറേ പാലവും റോഡും വില കുറയ്ക്കലും ഒന്നുമല്ല, നിൻ്റെ സ്വാതന്ത്ര്യം നിനക്ക് നിലനിർത്താൻ ആചരിക്കാൻ കഴിയുന്നില്ല, അത്തരത്തിലുള്ളവരെ നീ നിരാകരിക്കണം, അത്തരത്തിലുള്ളവരെ നീ സ്വീകരിക്കരുത്. ഉന്നതമായ ചിന്തയാണ്. നിൻ്റെ സ്വാതന്ത്ര്യം, നിനക്ക് വ്യക്തിപരമായി അവകാശപ്പെട്ട സ്വാതന്ത്ര്യം ആചരിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു റെജീമിൻ്റെ കീഴിൽ നീ പ്രവർത്തിക്കരുത്. അങ്ങനെയുള്ള ഭരണകൂടങ്ങളെയൊക്കെ വലിച്ചെറിയണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഓരോ തെരഞ്ഞെടുപ്പും എന്ന ഒരു ഉന്നതനായ വ്യക്തി സംസാരിക്കുന്ന കേട്ടോ. അത് വളരെ ഉയർന്ന ഒരു കാഴ്ചപ്പാടാണ്. സഭകളും മതങ്ങളും ഒക്കെ വെറും ആമാശയങ്ങളിലേക്ക് ഒതുങ്ങാതെ ഉന്നതമായ ആശയങ്ങളിലേക്ക്, മനുഷ്യനെയൊക്കെ ഉന്നതമായ ചിന്തകളിലേക്കൊക്കെ നയിക്കാൻ കഴിയുന്ന, ഉയരമുള്ള ചിന്തകളിലേക്കൊക്കെ നയിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് വരണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ കുട്ടികളെ ചെറിയ പ്രായം മുതലേ വളർത്തിക്കൊണ്ട് വരണം. ചില കുട്ടികൾക്കൊക്കെ ആമാശയത്തിൻ്റെ ലെവലിലാണ് അവരുടെ ചിന്ത നിൽക്കുന്നത്. എന്നാൽ ചില കുട്ടികളൊക്കെ വളരെ ഉന്നതമായി ചിന്തിക്കും. അപ്പോൾ അത് പാരൻറ്റിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ്. നല്ല പാരൻറ്റിങ്ങിൽ നിന്നാണ് അത്തരത്തിലുള്ള ആശയങ്ങളുള്ള, അത്തരം ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള കുട്ടികൾ രൂപപ്പെടുന്നത്. ആൻഡ് ഫൈനലി എ സെൻസ് ഓഫ് പർപ്പസ്. നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഒരു 10, 15, 16, 17 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? എന്തായിരിക്കണം എൻ്റെ മേഖല? ഞാൻ ആരാണ്? ഞാൻ എന്താവണം? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരണം. നല്ല പേരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ ഗുണം അതാണ്. ഞാൻ ആരാവണം? എന്തിനു വേണ്ടി നിലകൊള്ളണം? എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം? എന്തായി തീരണം? ഞാനും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്തരത്തിലുള്ള കുട്ടികൾ ഏത് പിയർ പ്രഷറിനെ അതിജീവിക്കും? ഏതു തരത്തിലുള്ള ഇൻഫ്ലുവൻസുകളെ അതിജീവിക്കും? അവർക്ക് കൃത്യമായൊരു കാഴ്ചപ്പാട് ഉണ്ട്. അവരാരാണെന്നുള്ള ഒരു വലിയ ഒരു സ്വത്വബോധം അവരിലുണ്ട്. ആ ഒരു ബോധത്തിലേക്ക് അവരെ നയിക്കാൻ പേരൻറ്റിങ്ങിന് കഴിയണം. നല്ല പേരൻറ്റിങ്ങിൻ്റെ ഒരു റിസൾട്ടാണത്.
അത്തരത്തിൽ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അതാണ് കാലോചിതമായ പേരൻറ്റിങ് എന്ന് പറയുന്നത്. നല്ല അടിസ്ഥാനപരമായ ബേസിക് നെസസിറ്റീസിനെ ഫുൾഫിൽ ചെയ്യുന്നതിനെ ഒന്നും ഇന്ന് പേരൻറ്റിങ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ഇന്നൊരു പേരൻറ്റിൽ നിന്നൊരു കുട്ടിക്ക് ലഭിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു കാലത്ത് അതൊക്കെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കുറേയൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസമൊക്കെ വലിയൊരു കച്ചവട ശൃംഖലയുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അവിടെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും IAS ആക്കാനും ഒക്കെയാണ്. നല്ലൊരു മനുഷ്യനാക്കി, ഉന്നതമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാക്കി, കാലത്തിന് അനുസരിച്ച് ഉയർന്നു നിൽക്കുന്നൊരു മനുഷ്യനാക്കി ഒരാളെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഇന്നെനിക്ക് തോന്നുന്നു പേരൻറ്റിനൊരു വലിയ റോളുണ്ട്. അവിടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് മാതാപിതാക്കൾ മാറണം. അവരൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഡെവലപ്മെൻ്റൽ നീഡ്സ് അറിയണം. ഈ പറയുന്ന ലക്ഷ്യത്തിലേക്കൊക്കെ കുട്ടികളെ എത്തിക്കണമെങ്കിൽ അവരുടെ ഡെവലപ്മെൻ്റൽ നീഡ്സ് എന്താണ്. കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് എന്നെ വിളിച്ചു, സാറേ രാത്രിയിൽ മോൾ ഉറങ്ങുന്നേ ഇല്ല, അവൾ വെളുപ്പാങ്കാലം വരെയൊക്കെ ഇരുന്ന് അങ്ങ് പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകാറാകുമ്പോഴത്തേക്ക് കുട്ടി അങ്ങ് ഭയങ്കരമായിട്ട് തളർന്നാണ് പോകുന്നത്. എന്താണ് അവിടുത്തെ വിഷയം? ആ കുട്ടിക്കൊരു ആങ്സൈറ്റി ഡിസോർഡർ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഉറങ്ങിയാൽ ബാക്കി ഇനിയും പഠിച്ച് തീർന്നിട്ടില്ല, അല്ലെ പഠിച്ചത് മതിയായില്ല, ഉറങ്ങിപ്പോയാൽ നാളെ മാർക്ക് കിട്ടുമോ, പരീക്ഷ എഴുതാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള ആകുലതകളാണ്. ഒരു കുട്ടിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. കാരണം പഠിച്ചു, ഓക്കെ, ദിസ് ഇസ് ഇനഫ്, വിത്ത് ദിസ് ഐ ക്യാൻ ഡു മൈ എക്സാം വെരി വെൽ, ഇത് മതി, നാളെ എനിക്ക് എക്സാം എഴുതാൻ പറ്റും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരു ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ ഘട്ടവും കൃത്യമാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ പഠിത്തമൊക്കെ നിർത്തി പോയി കിടന്ന് ഉറങ്ങുന്നു, രാവിലെ ഫ്രഷായി എഴുന്നേൽക്കുന്നു, വളരെ ആ ഫ്രഷായിട്ടുള്ള മനസ്സോടും ആരോഗ്യത്തോടും കൂടി പോയി പരീക്ഷ എഴുതുന്നു, ആ പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. നേരെ മറിച്ച് ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരെല്ലാം പഠിച്ച് തീരുന്നില്ല എന്നുള്ള ആശങ്കയോടുകൂടി ഇരുന്ന് ഉറങ്ങാതിരുന്ന് പഠിക്കുന്നു. രാവിലെ പരീക്ഷയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ ടയേർഡാകുന്നു, അവരുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല, അവരുദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെൻ്റൽ നീഡെന്ന് പറയുന്നത് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഉയരേണ്ടതായിട്ടുണ്ട്, ഇമോഷണലി കുറേ കൂടെ ആ കുട്ടിയെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ആ കുട്ടി ഓടിച്ചാടി കളിക്കുകയും വീഴുകയും തോക്കുകയും ഒക്കെ ചെയ്യാൻ ഉള്ള അവസരങ്ങളാണ് ആ കുട്ടിക്ക് ഉണ്ടാവേണ്ടത്. കുറേ കൂടെ അതിനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കുകയും കുറച്ചുകൂടെ ലോകം കാണുകയും കാഴ്ചപ്പാടുണ്ടാകുകയും പരീക്ഷയെന്നൊക്കെ പറയുന്നത് ഒരു ലോകാവസാനമോ യുദ്ധമൊന്നും അല്ലെന്നും അതൊക്കെ ആരോഗ്യപരമായൊരു പ്രവർത്തനമാണെന്നൊക്കെ ആ കുട്ടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ കുട്ടിക്കും ഡെവലപ്മെൻ്റൽ നീഡ്സ് ഉണ്ട്. ആ ഡെവലപ്മെൻ്റൽ നീഡ്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയെ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം 2 പേരൻസ് മോനും മോളുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം മോന് തിരിച്ചു പോകാൻ നേരം പേരൻസിനെയൊക്കെ വെളിയിലിറക്കി നിർത്തിയിട്ട് അങ്കിളിനോട് ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണം. അവനെ വന്നിട്ട് എന്നോട് ചോദിച്ചത്, അങ്കിളെ ഈ പറയുന്ന പോലെയൊക്കെ പഠിച്ച് ഒക്കെ കഴിഞ്ഞാൽ എനിക്കൊരു BMW വാങ്ങിക്കാൻ പറ്റുമോ? ആ കുട്ടിയുടെ മനസ്സിലെന്തോ ഒരു BMW കയറിയിരിക്കുകയാണ്. ആ കുട്ടി വിചാരിക്കുന്നത് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭയങ്കര ഒരു ജോലി കിട്ടുന്നു, ഉടൻ തന്നെ BMW വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പല ധാരണകളും എവിടെ നിന്നൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ആ കുട്ടി ചിന്തിക്കുന്നത് പോലും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു 5 മിനിറ്റ് എക്സ്ട്രാ സമയം എടുത്ത് ഞാൻ ആ കുട്ടിയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വിട്ടത്. ഞാൻ പറഞ്ഞു, മോനെ ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇന്ന് ഈ മോൻ കാണുന്ന ഈ BMW ഒക്കെ ആരെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അവരോടൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അവരോട് തന്നെ ഇരുന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വളരെ റിച്ചായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിനെക്കുറിച്ചൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ഒരു സമചിത്തതയുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടാൻ അതൊക്കെ സഹായിക്കും. കുട്ടികൾക്കൊക്കെ വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് അവരുടെ മൈൻഡൊക്കെ വർക്ക് ചെയ്യുന്നത്, അവർ കാണുന്ന കാഴ്ചകളും അവർക്ക് കണ്ടുപിടിക്കാനൊന്നുമില്ല, ഉന്നതമായതൊന്നും കണ്ടുപിടിക്കാനില്ല. എല്ലാം കുറേ സാധനങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്, ഉയർന്ന കാഴ്ചപ്പാടുകൾ കണ്ടുപിടിക്കാനില്ല എന്നൊക്കെ ഉള്ളത് ഒരു ദോഷം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമാകട്ടെ മോഡേൺ പാരൻറ്റിങ്. കാലോചിതമായി പാരൻറ്റിങ്ങിലൊരു ഉയരം സംഭവിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ പേരൻസിനും നല്ല ആശംസകൾ നേരുന്നു, സന്തോഷം നേരുന്നു. ഇതൊക്കെ നല്ലതെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ പേർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം, കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാം. സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.